അവളാണ് അന്തിച്ചന്തിച്ച് ദൈവത്തെ നോക്കി തുടച്ച് ഇടുപ്പ് നിവർത്തി ദൈവം ചോദിച്ചു. അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ദൈവം ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞ ഒരു കരിഞ്ഞ മണമുണ്ടോ എന്ന് മണം പിടിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ചിരി വന്നു. ദൈവത്തിന് കഴിയും. ദൈവം തിടുക്കം നോക്കി. അവൾ ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കി. ദൈവം അവളുടെ ദൈവത്തെ കെട്ടിപ്പിടിച്ചു. അവർക്ക് ദൈവത്തെ ആകെ അവളെ മണത്തു. അവർക്ക് ദൈവത്തെ ആകെ അവളെ മണത്തു. ദൈവം ഒന്നും മിണ്ടിയില്ല. പകരം ഒരു ഏങ്ങലുണ്ടായി. അടുപ്പത്തെന്തോ കരിഞ്ഞ മണം. അവൾ അടുക്കളയിലേക്ക് ഓടി. അടുപ്പത്തെല്ലാം ഭദ്രം, എന്നിട്ടും കരിഞ്ഞ മണം. അവൾ തിരികെ ദൈവത്തിന് അടുത്തേക്ക് ഓടി. ദൈവം അപ്പോഴേക്കും തിരക്കിട്ട് ദൈവത്തിന്റെ അടുക്കളയിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. ദൈവമാണെങ്കിൽ പോലും പെണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുക്കള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പോലും നേരം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഈ ഒരു കാലത്ത് ഇത്രയും സ്ത്രീകൾ കൂടിയിരിക്കുന്ന ഈ വേദിയിൽ സംസാരിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ നിങ്ങളോട്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് നന്ദി പറയുകയാണ്. അതിനിടയിൽ ഇരിക്കുന്ന ആളുകളോട് കൂടി നന്ദി പറയുകയാണ്. എല്ലാവർക്കും വനിതാ ദിനം ആശംസിക്കുകയാണ്. എനിക്കറിയാം ഈ ഇരിക്കുന്നതിൽ ആദ്യം നിങ്ങൾ വന്നപ്പോൾ നന്നായി ഉറപ്പിച്ചിരുന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പൊ നിങ്ങൾ നീങ്ങി കസേരയുടെ അറ്റത്തെത്തിയിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, കാരണം ഇപ്പൊ ഞാനിവിടെ കവിതയെ കുറിച്ചും ഞങ്ങളിവിടെ എഴുത്തിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നാളത്തേക്ക് ദോശയ്ക്ക് ചാരി കുതിർന്നോ